അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ അപ്ഡേറ്റ് വന്നതോടെ നമ്മുടെ ഡിഫൻസൊക്കെ പക്കയായിട്ട് പൊട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറ്റാക്കിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ സെറ്റാക്കി. കഴിഞ്ഞ അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഡിഫൻസ് എല്ലാം പക്കയായിരുന്നു, പക്ഷേ അറ്റാക്കിങ് കുറച്ച് സീനായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഡിഫൻസ് എല്ലാം പക്കയായിട്ടാണ് പൊട്ടുന്നത്. അപ്പോൾ ആ ഡിഫൻസ് പൊട്ടായിരിക്കും ഈ ഫുട്ബോൾ തന്നെ നമുക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അതോടുകൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് പക്കയായിട്ട് നല്ല ഡിഫൻസ് പക്കയായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പ്ലേയേഴ്സിനും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡിഫൻസിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൻസ് അവയർനെസ് നല്ല കൂടുതലുള്ള പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ ഇറക്കുക. അതുപോലെ തന്നെ ഡിഫൻസീവ് എൻഗേജ്മെൻറ്റും, ഇത് രണ്ടും ഒരു 90-95 മുകളിലോട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ സ്ക്വാഡിന്. അപ്പോൾ ആ പ്ലേയേഴ്സിനെയൊക്കെ നമ്മൾ ഇറക്കുക. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ റൂബൻ ഡയസിനാണ് കുറച്ചുകൂടെ നന്നായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഡിസ്ട്രോയർ ആണെങ്കിലും അടുത്ത് തന്നെ ഡിലേറ്റിൻ്റെ ഈ ഒരു ബിൽഡപ്പ് കാർഡ്, ഇതിനെല്ലാം കിടിലമായിട്ട് നമുക്ക് ആ ഡിഫൻസീവ് അവയർനെസ്സും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റും പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഡിഫൻസീവ് അവയർനെസ് നമ്മൾ കൂട്ടിയിട്ടുള്ള ഗുണമെന്നുള്ളത് ഈ ഒരു അപ്ഡേറ്റ് ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസേഴ്സ് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ എതിർ ടീമിൻ്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കുന്നത് ഈ ഒരു ഡിഫൻസീവ് അവയർനെസ് വെച്ചാണ്. അപ്പോൾ അത് എത്രത്തോളം കൂട്ടിക്കൊടുക്കുക അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസീവ് എൻഗേജ്മെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഓർത്തോ, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ്സായ സമയത്ത് നമ്മുടെ എതിർ ടീം നമ്മളെ സ്ട്രെയിറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻസ് അറ്റാക്കിങ് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഡിഫൻസിലോട്ട് ഇറങ്ങി വന്നിട്ട് എങ്ങനെയാണ് ആ ഡിഫൻസ് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നത് തീരുമാനിക്കുന്ന ഈ ഒരു ഡിഫൻസീവ് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ മാക്സിമം കൂട്ടിക്കൊടുക്കാൻ നോക്കുക. കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പക്കയായിട്ട് ഡിഫൻസേഴ്സ് പക്കയായിട്ട് നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ മാക്സിമം നോക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോസ്റ്റക്കോട്ടയുടെ ഒരു ബെസ്റ്റ് കാർഡ്, ഇതിൻ്റെ പവർ കുറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ കളിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു അപ്ഡേറ്റ് കിട്ടിയൊരു പവറൊന്നും ഈ ഒരു അപ്ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രഷർ ചെയ്ത് ചെല്ലുമ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്ക് 2 ഡബിൾ ടപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻസേഴ്സ് കിടിലമായിട്ട് ഷോൾഡർ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് ബോൾ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.